നമസ്കാരം. 1986 ഫെബ്രുവരി 7 അന്ന് തൃശ്ശൂർ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും മറക്കാനാവാത്ത ഒരു ദിവസമാണ്. കാരണം അന്നാണ് അന്നത്തെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൃശ്ശൂർ അതിരൂപതയിൽ എത്തിയത്. അന്ന് തൃശ്ശൂർ അതിരൂപതയിൽ മാർപ്പാപ്പ എത്തുമ്പോൾ മാർപ്പാപ്പയ്ക്ക് ബൊക്ക നൽകിയ ഒരു പെൺകുട്ടി, ഒരു 2ാം ക്ലാസ്സുകാരി. 40 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് മാർപ്പാപ്പയ്ക്ക് ബൊക്ക കൊടുക്കാൻ അനുഗ്രഹം ലഭിച്ച ആ 2ാം ക്ലാസ്സുകാരി ഇന്ന് എന്നോടൊപ്പമുണ്ട്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിന് അടുത്താണ്. ഇവിടെയാണ് എന്നോടൊപ്പം അജിൻസ്യ 2ാം ക്ലാസ്സുകാരി ഉള്ളത്. നമുക്ക് എന്തായാലും ഇന്ന് 40 വർഷം തികയാണ് മാർപ്പാപ്പ തൃശ്ശൂർ സന്ദർശിച്ചതിൻ്റെ ആ ഒരു 40ാമത്തെ വർഷമാണ് ഇന്ന്. അതുകൊണ്ട് ആ ദിവസം തന്നെ നമുക്ക് ആ 2ാം ക്ലാസ്സുകാരിയെ പരിചയപ്പെടുത്തുന്ന സന്തോഷമുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. ചേച്ചി സ്വാഗതം. എന്തായാലും ഞാൻ പ്രേക്ഷകർക്ക് 2ാം ക്ലാസ് വിദ്യാർത്ഥി എന്നായിരുന്നു പറഞ്ഞു കൊടുത്തത്. 40 വർഷം മുമ്പാണ്. ഇപ്പോൾ 40 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുകയാണ്. എന്തായാലും ചേച്ചിയെ നമുക്ക് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തും. എൻ്റെ പേര് ജിൻസി. ഇതെൻ്റെ ഹസ്ബൻഡ് ഡേവിഡ്. എനിക്ക് 2 മക്കളുണ്ട്. ഒരാൾ കല്യാണം കഴിഞ്ഞു, ഒരാൾ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇവിടെ തന്നെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ തന്നെ നഴ്സിംഗ് പഠിക്കുന്നു. എന്തായാലും ഇന്ന് ഈ ദിവസം അല്ലേ, ഒരിക്കലും ഈ ഒരു ഫെബ്രുവരി 7 എന്ന് പറയുന്നത് എപ്പോഴും ഓർമ്മയിൽ വരാറുണ്ട്. വരാറുണ്ട്. ഞാൻ പറയാറുണ്ട് എൻ്റെ ഹസ്ബൻഡിനോട് അന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട് അല്ലേ. എങ്ങനെയാണ്, എന്തായിരുന്നു അന്ന് മാർപ്പാപ്പയ്ക്ക് ഒരു ബൊക്ക കൊടുക്കാനുള്ള ഭാഗ്യം? അന്ന് ഒരുപാട് പേര് അല്ലേ, തൃശ്ശൂർ അതിരൂപതയിൽ നിന്ന് ഒരുപാട് പേര് വരുന്നു. പക്ഷേ മാർപ്പാപ്പയെ നേരിൽ കാണാനും ആ കൈകളിലേക്ക് ബൊക്ക കൊടുക്കാനും മാർപ്പാപ്പ ചേർത്ത് പിടിക്കാനൊക്കെ വലിയൊരു ഭാഗ്യമാണ് കിട്ടിയത്. എങ്ങനെയായിരുന്നു അന്നത്തെ ഓർമ്മയുണ്ടോ? അത് പറയാൻ പറ്റുമോ? അന്ന് ഓർമ്മയൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മുടെ അച്ഛൻ ലോറൻസ് അച്ഛൻ എന്നെ ഇങ്ങനെ ഡെയിലി സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പ്രാക്ടീസിന് കൊണ്ടുപോകണത്. ആ തലേദിവസം വരെ അവർ പ്രാക്ടീസിന് ഡെയിലി കൊണ്ടുപോകും. ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ശോഭയ്ക്കായിരുന്നു അത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ശോഭ ആ സമയത്ത് ചിക്കൻ ബോക്സ് വന്നിട്ട് ഇതായപ്പോൾ സെലക്ട് ആയത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ സെലക്ട് ആയി. ഈ ശോഭ എന്ന് പറഞ്ഞ ആളെയാണ് ആദ്യം സെലക്ട് ആക്കിയിരുന്നത്. അപ്പോൾ ആ സമയത്ത് അറിയുമായിരുന്നു ഇങ്ങനെ മാർപ്പാപ്പ വരുന്നുണ്ട്? നമ്മളന്ന് കൊച്ചു കുട്ടികളാണ്, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല. എന്നാലും നമ്മൾ ഏതോ ഒരു വലിയൊരാളാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. വെച്ചാൽ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വലിയൊരാളാണ് വരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെയായിരുന്നു വീട്ടിൽ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ? ഞാൻ വളർന്നതൊക്കെ ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ്. അപ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ കുറേ കുട്ടികളുണ്ടല്ലോ. അപ്പോൾ കുറേ കുട്ടികളിൽ ഞാനൊരു അംഗം. അപ്പോൾ സെലക്ട് ചെയ്തപ്പോൾ പള്ളിയിൽ നിന്നും കോൺവെൻറ്റിൽ നിന്നൊക്കെ കൂട്ടി സെലക്ട് ചെയ്ത് വന്നപ്പോൾ ഞാൻ ആദ്യം എല്ലാവരും വിചാരിച്ചു എന്താണ്, നമുക്കങ്ങനെ അറിയില്ലായിരുന്നു എന്താ സംഭവം എന്നുള്ളത്. പിന്നെ പ്രാക്ടീസിന് കൊണ്ടുപോയി ബിഷപ്പ് ജോസഫ് കൊണ്ടുപോകായിരുന്നു എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നത്. ആദ്യം അവർക്ക് നമ്മൾ ബൊക്കെ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് പ്രാക്ടീസ് ആയിരുന്നു. അന്നത്തെ ദിവസം എല്ലാം നമ്മൾ അച്ഛന്മാരും സിസ്റ്റേഴ്സാണ് ഞങ്ങൾ ഒരുക്കിയതും. അന്ന് നമ്മുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയനൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് അവരാണ് നമ്മളെ കുളിപ്പിക്കാനും, സിസ്റ്റേഴ്സാണ് അവിടെ തന്നെ സിസ്റ്റേഴ്സ് തന്നെ കുളിപ്പിച്ചതും ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിച്ചതും. അപ്പോൾ അവർ പറഞ്ഞു തന്നിരുന്നോ ഇങ്ങനെ മോളെ ഇന്ന് ഒരു മാർപ്പാപ്പയാണ് എന്താ പേര് ചോദിക്കുമ്പോൾ, നമ്മളന്ന് മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ മാർപ്പാപ്പ ചോദിക്കുമ്പോൾ എങ്ങനെ ഏതാ ഇംഗ്ലീഷിൽ പറയണ്ടേ അതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ പോയി എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് അതൊക്കെ ചെയ്തായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം സെപ്പറേറ്റ് തന്നെ കെടുത്തി ഉറക്കുക, അതൊക്കെ സെപ്പറേറ്റാ. ഫ്രണ്ട്സുകളുടെ കൂടെ ഒന്നും അധികം മിങ്കിൾ ചെയ്യിപ്പിക്കില്ല. എനിക്ക് പനി വരുമോ എന്നുള്ള പേടി. അപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സിസ്റ്റർമാർ തന്നെ കൊണ്ടുപോയി സെപ്പറേറ്റ് റൂം, എല്ലാവരും സെപ്പറേറ്റാണ്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു, എന്തെല്ലാം സെപ്പറേറ്റ് ആക്കുന്നത്. പിന്നെ അവർ പറഞ്ഞൊന്നുമില്ല, ഇനി പനി വരാൻ പാടില്ലല്ലോ, നമ്മൾ മാർപ്പാപ്പയ്ക്ക് ഇങ്ങനെ ബൊക്ക കൊടുക്കണ്ടല്ലേ, നമ്മൾ ഇതാവണ്ടേ. അവരിങ്ങനെ ഓരോ ദിവസം ഓരോ പറഞ്ഞന്ന്. പിന്നെ ഡ്രസ്സ് എടുക്കാനും പുതിയ ഡ്രസ്സ് എടുക്കാനും എല്ലാം അവർ തന്നെ ഇങ്ങനെ എല്ലാത്തിനും കൊണ്ടുപോകും. അന്നൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു. പുതിയ ഡ്രസ്സൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു ഇതല്ലേ, അത് കൊണ്ടുപോകും. പിന്നെ ആ സമയത്ത് സിസ്റ്റേഴ്സ് തന്നെ എല്ലാം ചെയ്ത് കുളിപ്പിക്കലും എല്ലാം ചെയ്ത് എല്ലാം സെപ്പറേറ്റ് പഠിപ്പിക്കുക എല്ലാം അതിങ്ങനെ ഇതാ. ഫ്രണ്ട്സുകളൊക്കെ വിചാരിക്കുന്നുണ്ടോ എന്ത് നടക്കണം അവിടെ എന്ന്. അന്നത്തെ ദിവസം അന്നത്തെ ആ മാർപ്പാപ്പ വരുന്ന ദിവസം അന്ന് തൃശ്ശൂർ അല്ലേ, അവിടെ വെച്ച് ആ ദിവസം കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ആ ദിവസം അന്ന് ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ ഫുള്ള് ഷോക്കായി പോയി. എന്താ ഇവിടെ നടക്കണേ. പിന്നെ വെറും സൗണ്ട് ഇതൊക്കെ
ഞാൻ അങ്ങനത്തെ ഇതൊന്നും കണ്ടിട്ടുമില്ല. അതൊരു ഫീലിങ്സ് ഉണ്ട്. ഫുള്ള് ആൾക്കാർ അന്ന് നമ്മളെ സെപ്പറേറ്റ് കാറിൽ കൊണ്ടുവരുന്നു. അവിടെ ഞാനും ഫാദർ ജോസഫിനെ ഞങ്ങൾ എന്നും കാണാറുണ്ട്. പ്രാക്ടീസിന് പോകുമ്പോൾ അച്ഛനും അന്ന് അച്ഛനല്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ കളിക്കലും പ്രാക്ടീസ് വരുമ്പോൾ ഒരുമിച്ച് കളിക്കുക, ഒരുമിച്ച് ഇതാക്കുക. പിന്നീടാണ് അച്ഛനായെന്നൊക്കെ ഞാൻ അറിഞ്ഞത്. അന്നത്തെ ദിവസം ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിരുന്നു എല്ലാതും. അന്നത്തെ ദിവസം ബൊക്ക പിടിക്കാൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ബൊക്ക ഭയങ്കര ഹെവി ആയിരുന്നു. എനിക്കത് പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, ഞാൻ വീണ് പോകുന്നു. അന്നാണ് അവർ വലിയൊരു ബൊക്കേനെ അത് ചെറുതാക്കി എനിക്ക് ഒതുങ്ങാവുന്ന ഒരു ബൊക്കാക്കി തന്നത്. അതൊക്കെ നല്ല ഓർമ്മയിലുണ്ട്. പിന്നെ കൊണ്ടുപോണതും ലോറൻസ് അച്ഛൻ പിടിച്ചുകൊണ്ട് പോണതും ബിഷപ്പ് ജോസഫ് കുണ്ടുകുളം സ്റ്റേജിലേക്ക് കയറ്റുന്നതും അതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. പിതാവായിരുന്നോ കയറ്റിയത്? ആ, കൈ പിടിച്ച് കയറ്റിയതൊക്കെ അന്ന് വലിയ നമ്മൾ ആ സ്റ്റേജിൽ കയറുമ്പോൾ ഫുൾ ഷോക്കായിരുന്നു എന്താണ് നടക്കണേന്നുള്ളത്. ആ ഒരു ചെറിയൊരു കൊച്ചിൻ്റെ ഒരു അച്ഛന് പിന്നെ പറയുമ്പോൾ അച്ഛൻ്റെ ഫാമിലിയോടൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ എല്ലാ സിസ്റ്റേഴ്സിൻ്റെ അച്ഛന്മാരുടെ കൂടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഓർമ്മയുണ്ട് എനിക്ക്. പിന്നെ അന്ന് ഞാൻ സ്റ്റേജ് മൊത്തം കണ്ടപ്പോൾ ആകെ ഷോക്കായിപ്പോയി, ഇതെന്താ ഇവിടെ നടക്കണേന്ന്. പിന്നെ എല്ലാവരും ഇങ്ങനെ പിന്നെ കുറേ കാര്യങ്ങൾ അച്ഛനും ബിഷപ്പൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അച്ഛൻ വരുന്നത് പോപ്പാണ് വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു തന്ന കാരണം ഞാൻ കുറച്ചൊരു അലേർട്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്ന ആളാണ് വരുന്നതെന്നുള്ളത്. അത് പോപ്പിനെ കണ്ടപ്പോൾ ഫുൾ ഷോക്കായിപ്പോയി, ഇതാണ് പോപ്പ്. അങ്ങനെ ഒരു എന്തായിരുന്നു അന്നത്തെ അനുഭവം? മാർപ്പാപ്പയ്ക്ക് ആ ഒരു ബൊക്ക കൊടുക്കാനായിട്ട് ആ സ്റ്റെപ്പുകൾ കയറി മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പേടിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. ആൾക്കാരെ കണ്ട പേടിച്ചിട്ടും പിന്നെ അച്ഛന്മാരിങ്ങനെ എല്ലാം സ്റ്റെപ്സ് അതായിട്ടുള്ള പറഞ്ഞു നിൽക്കുന്നത്. അപ്പം നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇവരൊന്ന് ചീത്ത കിട്ടുമോ അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ കയറി ചെന്നത്. പിന്നെ അച്ഛൻ അന്ന് എല്ലാം ഇങ്ങനെ പിടിച്ച് എപ്പോഴാണ് കയറണ്ടേ എപ്പോഴാണ് ഇറങ്ങണ്ടേ അതൊക്കെ പ്രാക്ടീസ് ചെയ്തേക്കണ കാരണം എല്ലാം ഓക്കെ ആയിരുന്നു. ആ സമയത്ത് മാർപ്പാപ്പനെ കണ്ടപ്പോൾ ഒരു സന്തോഷം. ഇത് അന്ന് എനിക്ക് ആകെ കൂടി അറിയുന്നത് ജോസഫ് കൊണ്ടുകുളം ബിഷപ്പ്. അന്ന് പഠിക്കുന്ന കാലത്ത് അന്ന് ബിഷപ്പാണ് നമുക്ക് മെയിനായിട്ട് എല്ലാ കാര്യങ്ങൾക്കും വന്ന് നമ്മൾ മോതിരം മുത്തുന്നതും എല്ലാം ബിഷപ്പിൻ്റെ കയ്യിലൊക്കെയാണല്ലോ. അന്ന് മാർപ്പാപ്പനെ കണ്ട് ഇതാക്കിയപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നത് നമ്മുടെ മാതാവിൻ്റെ മേലെ കിരീടം വെക്കുന്നത്, അതൊക്കെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തന്നതും നമ്മൾ തിരിച്ചങ്ങോട്ട് കെട്ടിപ്പിടിച്ചതും ബൊക്ക കൊടുക്കുന്നതും കെട്ടിപ്പിടിച്ചതും അന്ന് നമുക്ക് അത്ര വലിയ ഇതായി തോന്നിയില്ല. അത് കെട്ടിപ്പിടിക്കുന്നു. പിന്നീടാണ് നമ്മളത് അയ്യോ അത്രയും വലിയ ഭാഗ്യമാണല്ലോ കിട്ടിയതുള്ള പിന്നീടാണ് മനസ്സിലായത്. അതിനുശേഷം പിന്നീട് മാർപ്പാപ്പ വിശുദ്ധനായി. ആ സമയത്ത് എങ്ങനെയായിരുന്നു? അപ്പോൾ എൻ്റെ ഒരു ചേച്ചി ഉണ്ട്, ഫിലോമിന ചേച്ചി. അപ്പോൾ ചേച്ചി എപ്പോഴും പറയാറുണ്ടായിരുന്നു നീ മാർപ്പാപ്പയ്ക്ക് പൊക്ക കൊടുത്ത ആളാണ്, അപ്പോൾ അതിൻ്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടാവുന്നു. ചിലപ്പോൾ അതൊരു അനുഗ്രഹമായിരിക്കും ഇപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്നത് തന്നെ. ആ ഒരു അനുഗ്രഹം കാരണം വെച്ചാൽ വിശുദ്ധരെ തൊടുക. ഇപ്പോൾ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളമൊക്കെ വിശുദ്ധരുടെ അടുത്ത് പോകുന്നു, അല്ലെങ്കിൽ വിശുദ്ധരുടെ പല റെലിക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ടാകും. പക്ഷേ ഒരു വിശുദ്ധൻ ആൾ ഉമ്മരാ കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ ടച്ചായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളൊരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ. അന്നൊന്നും നമുക്കത് അത്ര ഫീലിംഗ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ചും കൂടി മെച്ചുവറാക്കി ആയപ്പോൾ നമുക്കൊരു അയ്യോ അന്നത്തെ സംഭവം നമ്മളത് സാധാരണ മാതിരി കുഞ്ഞെ കുട്ടിയുടെ ഒരു ഇതിൽ നമ്മളെടുത്തത്. ഇപ്പോൾ ഒക്കെ ഞാനത് എന്തെങ്കിലും ഒരു അത്യാവശ്യം കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ മെയിനായിട്ട് പ്രാർത്ഥിക്കുന്നത് മാതാവിൻ്റെ അടുത്തും ഇപ്പോൾ പോപ്പിൻ്റെ അടുത്താണ്. എന്ന് വെച്ചാൽ അന്ന് നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ജോൺ പോൾ മാർപ്പാപ്പ മരിക്കുമ്പോഴും ആയാലും അല്ലെങ്കിൽ ആ വിശുദ്ധ പ്രക്രിയ നടക്കുമ്പോഴൊക്കെ ഈ ഒരു പ്രാർത്ഥന തുടർന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പയോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്വന്തം എന്നൊരു ഫീൽ വരുന്നുണ്ട്. അവർ എന്നെ ആദ്യമൊന്നും എനിക്ക് അങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറേ സത്യത്തിൽ പറയുകയാണെങ്കിൽ ചേട്ടന് വയ്യാണ്ടൊക്കെ ആയപ്പോൾ ഞാൻ കുറേ ഇതായിക്കായിരുന്നു എന്തത് പിന്നെ എനിക്ക് എന്നെ കാണുന്ന സിസ്റ്റേഴ്സൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പം സെൻറ്റ് ജോൺസിൽ ആർക്കും അറിയത്തില്ല ഇങ്ങനെ കൊടുത്തത് ഞാനാണെന്നുള്ളത്. ഒരാൾക്കും അറിയത്തില്ല. ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അറിഞ്ഞ ആരെങ്കിലും വരുന്ന സമയത്ത് അവർ ചോദിക്കുക ഏറ്റവും വലിയ അനുഗ്രഹമാണ് അത് നിനക്ക് കിട്ടിക്കുന്നത്. ഇത്രയും വലിയ അനുഗ്രഹം കിട്ടിയിട്ട് എങ്ങനെ നീ ഇത് ആരോടും പറയാണ്ടിരിക്കണേ. ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ എന്തെങ്കിലും തന്നിരുന്നോ കയ്യിൽ? കൊന്തയാണ് തന്നത്. ആ കൊന്തയാണ് ഇപ്പോൾ നമ്മുടെ ഞാൻ പഠിച്ച ഇതിൽ ഇരിക്കുന്നത്. അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ മാതാവിൻ്റെ രൂപത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ജോൺ പോൾ മാർപ്പാപ്പ ജിൻസിക്ക് കൊടുത്ത കൊന്ത എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി അവിടെ
മാതാവിൻ്റെ രൂപത്തിൽ അവിടെ ഉണ്ട്. മാർപ്പാപ്പ ഒരു വിശുദ്ധൻ ഉപയോഗിച്ച ഒരു ജപമാലയായിട്ടാണ് ഇപ്പോഴും എനിക്കും തന്നായിരുന്നു, ഫാദർ ജോസഫിനും കൊടുത്തായിരുന്നു അല്ലേ. ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ആ ഒരു വിവാഹ സമയത്തൊക്കെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിരുന്നു? ഇല്ല, ചേട്ടന് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു, എല്ലാം കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞത്. അതെ അല്ലേ, എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ കുറച്ച് ഷോക്കാണ്, പക്ഷെ ആ കല്യാണം കഴിക്കുമ്പോൾ ഒന്നും അറിയില്ല. പിന്നീട് എപ്പോഴാണ് അറിഞ്ഞത് അത്? പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അവൾ പറയാൻ തുടങ്ങിയതൊന്നും ഇങ്ങനെ ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേട്ടന് ഇത് കൂടുതൽ അറിഞ്ഞത് എങ്ങനെയാന്ന് വിചാരിച്ചാൽ, ഞാൻ ആ ബുക്കില്ലേ, ആ ബുക്ക് ചേട്ടനെ കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു ഇതാരാ എന്താണെന്നറിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഇതാരാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനാ ചെറുപ്പത്തിലത്തെ. അപ്പോഴാണ് ചേട്ടൻ ഈ സംഭവം അറിഞ്ഞത്. എന്തായാലും നമ്മുടെ ഗുഡ്നസ് ടിവി പ്രേക്ഷകർക്കായാലും ഇതൊരു വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ്. കാരണം പലപ്പോഴും ഇതുപോലുള്ള സമയങ്ങളിൽ ഇപ്പം അന്ന് നടന്നിരുന്ന ആ ഒരു പ്രധാനപ്പെട്ട ആൾ, അല്ലെങ്കിൽ അന്നത്തെ ആ പിള്ളേരുകൾ, അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പോൾ എവിടെയെന്നൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും. അന്ന് അങ്ങനെ തന്നെ എന്നെ അറിഞ്ഞത്. ഇപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു ഞാൻ ബാംഗ്ലൂർക്ക് വന്നേക്കണേന്ന്. ഒരു ദിവസം കത്തോലിക്ക സഭയിൽ നിന്ന് ഇങ്ങനെ ഫോൺ വിളിച്ചു. അത് എൻ്റെ കസിൻസ് ആരാണ്ട് വിളിച്ചറിയിച്ചതാണ്, ഇങ്ങനെ ജിൻസി ഉള്ളത് ബാംഗ്ലൂരിലാണ്, അവിടുത്തെ നാട്ടിലത്തെ തൃശ്ശൂരിലത്തെ അവിടുത്തെ എനിക്ക് തോന്നുന്നത് ജോസഫ് അച്ഛൻ്റെ ഇടവകളത്തെ ആരാണ്ടാണ് വിളിച്ചു വന്നത്. അപ്പോൾ ജോസഫ് അച്ഛനും അറിയത്തില്ലായിരുന്നു ഞാനിങ്ങനെ ഇവിടെയാണുള്ളത്, ബാംഗ്ലൂരിലാണുള്ളത്. ജോസഫ് അച്ഛൻ എന്നിട്ട് അന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു കൊച്ചുണ്ട്, ഞങ്ങൾക്ക് ആർക്കും എവിടെയൊന്നും അറിയില്ല എന്ന് കത്തോലിക്ക സഭക്കാർ പറഞ്ഞപ്പോൾ അതൊരു ന്യൂസ് കണ്ടിട്ട് എനിക്ക് എൻ്റെ കസിൻ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ബാംഗ്ലൂരിലുണ്ടെന്ന്. അന്ന് ആദ്യമായിട്ട് അവരാണ് വിളിച്ചത്. അങ്ങനെ വിളിച്ചപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്, അവരൊക്കെ അറിഞ്ഞത് ഇങ്ങനെ ഒരാളോട് ഇനിയുണ്ട്. ഓക്കെ, എന്തായാലും ഈ ഒരു വലിയൊരു ഭാഗ്യം ദൈവം അനുഗ്രഹം തന്നു ഇപ്പോഴും. കാരണം ഇനി ജീവിതകാലം മുഴുവൻ നമുക്ക് ആശ്രയിക്കാവുന്ന രീതിയിൽ അത് ഒരു മാർപ്പാപ്പ, ഇപ്പോൾ മാർപ്പാപ്പയ്ക്ക് പൊക്കെ കൊടുത്തു ഓക്കെ, പക്ഷേ ആ ഒരു മാർപ്പാപ്പ ഒരു വിശുദ്ധനായ ഒരു മാർപ്പാപ്പയായി മാറുന്നു എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് ചേച്ചിയുടെ മക്കള് എല്ലാവരും കൂടി ഉണ്ടല്ലോ, നമുക്ക് അവരെയും കൂടി ഒന്ന് പരിചയപ്പെടാം. ബ്രദർമാരൊന്നും വന്നിട്ടില്ല, പക്ഷെ എൻ്റെ 2 കുട്ടികളും എല്ലാവരും ഉണ്ട്, നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ഇതെൻ്റെ മൂത്ത മോള് ശോഭിന ഡേവിഡ്, ഇത് രണ്ടാമത്തെ മോള് വിബിന ഡേവിഡ്, ഇത് ശോഭിനയുടെ ഹസ്ബൻഡ്, ഇത് ഹസ്ബൻഡിൻ്റെ അമ്മ. 2 കുട്ടികൾ എസക്കേൽ ടിറ്റു ആൻഡ് മിഹേൽ ടിറ്റു. അമ്മ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളിങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും നമ്മളങ്ങനെ വലിയ ഇതാക്കിയില്ല. നമ്മൾ ആ പ്രായത്തിൽ നമുക്കും പോപ്പ് എങ്ങനെ ആരാ അങ്ങനെ വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു 7th എത്തിയ സമയത്താണ് മാർപ്പാപ്പേനെ സെയിൻറ്റ് ആക്കാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കോളൊക്കെ വന്നത്. അപ്പോഴാണ് ഇത് ഇത്രയ്ക്കും വലിയൊരു ഇതാണെന്ന് നമ്മൾ അറിഞ്ഞത്. അങ്ങനെ പിന്നെ നമ്മൾ ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മളെല്ലാവരോടും ഇങ്ങനെ ഭയങ്കര ഹാപ്പിയോട് പറയാൻ തുടങ്ങി. ഒരു നല്ലൊരു അനുഭവമായിരുന്നു.